75 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന സുന്ദരമായ കടൽ തീരങ്ങളുള്ള ജില്ലയാണ് കാസർഗോഡ്. 15ഓളം ചെറുതും വലുതുമായ ബീച്ചുകൾ, വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകളുള്ള കാസർഗോഡ് ജില്ലയ്ക്ക് ആ രീതിയിൽ ഒരു വികസനം വരേണ്ടേ? മാറി മാറി വരുന്ന എംപിമാരോട്, മാറി മാറി വരുന്ന സർക്കാരുകളോട് കാസർഗോഡിന്റെ തീരമേഖല പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എത്ര നടപ്പായിട്ടുണ്ട്? ഇനി അവർക്ക് ആവശ്യമുള്ളത് എന്താണ്? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാസർഗോഡിന്റെ തീരത്തിന് ചോദിക്കാനും പറയാനുമുള്ളത് എന്താണ്? അത് കേൾക്കാൻ ഞങ്ങൾ അവർക്കിടയിലേക്ക് പോവുകയാണ്. കാസർഗോഡിന്റെ തീരത്ത് നിന്നും പൊതുജനം സ്പീക്കിംഗ്. തീരത്തിന്റെ നോവറിയണമെങ്കിൽ ആദ്യം തീരമേഖലയുടെ മനസ്സറിയണം. മനസ്സറിയണമെങ്കിൽ അവർക്കൊപ്പം കൂടണം, സഞ്ചരിക്കണം, വർത്തമാനം പറയണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ തൃക്കണ്ണാട് കടപ്പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കടപ്പുറത്തിന് ഒരുപാട് ആവശ്യങ്ങൾ അവർ ഓരോ തവണയും ആളുകൾ വരുമ്പോൾ ഓരോ MP-യോടും MLA-യോടും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ആവശ്യങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണം നിറവേറ്റിയിട്ടുണ്ട്? ഇനിയിപ്പോൾ അവർക്ക് അത്യാവശ്യമായി എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് നോക്കാം. വോട്ടിന്റെ സമയത്ത് കുറെ ആൾക്കാർ വരും, MP-മാരിലെ വരും. MP കഴിഞ്ഞ പ്രാവശ്യം ഈ താളം ജയിച്ചിട്ടില്ല, ഒരു സഹായം ചെയ്തിട്ടില്ല. നമ്മൊരു 10-20 വർഷമായി പോരാടുന്നു. ആർബർ മന്ത്രിയുടെ വരുന്നു, MP-മാരും വരുന്നു, എല്ലാവരും വന്നു പോയി. ഇതേ പറഞ്ഞാൽ 6 മാസമായി നമുക്ക് പെൻഷൻ കിട്ടാത്തത്. ഒന്ന് എന്ത് വാഗ്ദാനമുള്ളത്? കടലുകളൊക്കെ ക്ഷോഭത്തിന് ഫുള്ള് എത്രയോ ജീവൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവർ വന്നിട്ട് പറയുന്ന ഇലക്ഷൻ ആകുമ്പോൾ ഓക്കെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ മതിയോ? പറഞ്ഞത് ഹാർബർ എവിടെ? കാസർഗോഡിന്റെ തീരമേഖല ചോദിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരമുണ്ടോ? കാസർഗോഡിന്റെ തീരത്തുകൂടി, തൃക്കണ്ണാട് കടപ്പുറത്തുകൂടിയാണ് നമ്മുടെ വോട്ട് യാത്ര മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളിലൊന്ന് ഈ ഹാർബറിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കടലിൽ പോയി മടങ്ങി വന്ന ഒരു ബോട്ടാണിത്. മീൻ ഇപ്പോൾ എങ്ങനെയുണ്ട് കടലിൽ? പൊതുവെ പുറം കടലിൽ മീൻ കുടിക്കുന്നത് കൂടുതൽ, ഒന്നാമത്. പിന്നെ ചൂട് കൂടുതൽ, അതുകൊണ്ട് മീൻ നിൽക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കടൽക്ഷോഭത്തിൽ തകർന്ന തോണിപ്പുരയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഒരു വർഷമായി ഇതിനായി നഷ്ടപരിഹാരം കാത്ത് വീണ്ടും ചോദിച്ച് ഇവിടെയുള്ളവർ കാത്തിരിക്കുകയാണ്. കലക്ടറിൽ വന്നിട്ട് നോക്കിയിട്ട് പോയിനി. നഷ്ടപരിഹാരം നമ്മൾ 30 ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിന്. പിന്നെ തിരിച്ച് നോക്കിയിട്ടില്ല. കടൽക്ഷോഭം വരുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമല്ലോ. അത് പിന്നീട് ആ പണം കിട്ടിയിട്ടില്ല. ഒന്നും പ്രാധാന്യത്തിലില്ല മക്കളെ. ഇതൊക്കെ അങ്ങനെ പറഞ്ഞു പോയി. ഇങ്ങനെ ഇവരെ വോട്ടിടും വരും, ഇങ്ങനെ പറഞ്ഞ് തീർക്കും, അവർ പോകും. പ്രതികരിക്കാനില്ല, കാരണം ഒന്നും ആനുകൂല്യം കിട്ടുന്നില്ല. പിന്നെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. കടല് കലിതുള്ളി വരുമ്പോൾ അവരെന്ത് ചെയ്യാനാണ്? അതേക്കുറിച്ച് തന്നെയാണ് അവർക്ക് കൂടുതൽ പറയാനുള്ളത്. വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു മറുപടിയെങ്കിലും കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ഒരു മിനിമം നിവേദനമാണ് അവർക്ക് അധികൃതർക്ക് മുന്നിൽ വെക്കാനുള്ളത്.